ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്ക് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഹാൻഡിൽ ചെയ്ത ക്ലാസ്സിൻ്റെ കഴിഞ്ഞ ആഴ്ച അവസാനം നമുക്ക് അടുത്ത സെഷനിലേക്ക് നോക്കാം. ഇവിടെ നമുക്ക് ബേസിക് കോൺസെപ്റ്റ്സിൽ മൈക്രോ എക്കണോമിക്സിനുള്ള വ്യത്യാസം നമ്മളുണ്ട്. ടേബിൾ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് ബേസിക്കായിട്ടൊന്ന് നോക്കുമായിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ ഫീച്ചറുണ്ട് മൈക്രോ എക്കണോമിക്സ് ഈ സ്റ്റഡീസ് അബൌട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻസ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ, മൈക്രോ എക്കണോമിക്സിൻ്റെ ഏതൊക്കെ കവറേജ് ഏരിയാസാണ് ഉള്ളത്, അതൊക്കെ ടോപ്പിക്കാണ് അവർ കവർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ജസ്റ്റ് പരീക്ഷയ്ക്ക് മെൻഷൻ ചെയ്യുക. അപ്പം ഡിഫറൻസ് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് ഫീച്ചേഴ്സും ചിലപ്പോൾ അതുപോലെ തന്നെ പഠിക്കേണ്ടി വരും. ആ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുന്നത് ആദ്യം നമ്മൾ ഡിമാൻഡ് കർവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ഡിമാൻഡ് ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചു, ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിക്കാന്ന് പഠിച്ചു, ശരിയല്ലേ? സോ ലോ ഓഫ് ഡിമാൻഡിന് ശേഷമാണ് ഡിമാൻഡ് കർവ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് പ്രൈസ്. ഓക്കെ, സോ അങ്ങനെ ഒരു ക്വാണ്ടിറ്റിയും പ്രൈസും തമ്മിലുള്ള quantity demanded of a commodity it depends upon the price of that commodity എന്നാണ്. അപ്പോൾ അത് തമ്മിലുള്ള ബന്ധം എന്താണ്? തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ് ആണ്. ഓക്കെ, സോ പ്രൈസ് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡിമാൻഡ് കുറയും. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടു ഡിമാൻഡ് കറണ്ട് ഷേപ്പ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഓക്കെ, നൗ സെക്കൻഡ് വൺ, മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് റിസോഴ്സ് അലോക്കേഷൻ പ്രോബ്ലംസ്. അപ്പോൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജനറിക് ടൈമാണ് റിസോഴ്സസ്. നമുക്ക് ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള എന്താണ് നമ്മളതിന് മലയാളത്തിൽ പറയുമ്പോൾ റിസോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസിനെയാണ്, യൂസ്ഫുൾ മെറ്റീരിയൽസിനെയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയും. അപ്പം ഇക്കണോമിക്സിൽ ഈ റിസോഴ്സിന് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള അർത്ഥമുണ്ട്. സാധാരണ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ കാണുന്ന ഒരു ലിറ്ററൽ മീനിങ് അല്ലാതെ റിസോഴ്സ് മീൻസ് ദ ഡിപ്ലോയബിൾ ഫാക്ടേഴ്സ് ഓർ ദ ഐറ്റംസ് യു ക്യാൻ ഹാവ് ടു റിയലൈസ് യുവർ നീഡ്സ് ഓർ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് എന്താണോ കയ്യിലുള്ളത് ഉപയോഗിക്കാൻ വേണ്ടി, നമുക്കൊരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കാര്യം നേടാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് എന്താണോ അതിനെയാണ് നമ്മൾ സാധാരണ ഈ റിസോഴ്സസ് എന്ന് പറയുക. എങ്കിലാണ് നിങ്ങൾ റിസോഴ്സസിന് എന്നുള്ള വാക്കിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ റിസോഴ്സസ് ചിലപ്പോൾ ഒരുപക്ഷെ നാച്ചുറൽ റിസോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഫണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് എത്രമാത്രം നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, നമുക്കൊരു 3-4 ഐറ്റങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം, നമുക്കതിന് ഓരോ ഐറ്റത്തിനും ഓരോ തരത്തിലുള്ള മെഷീനറി വേണം, ഓരോ തരത്തിലുള്ള പ്ലാന്റുകൾ വേണം. So your resource is 10 crore rupees, and how far you are allocating, in what way you are allocating among all those 5 utilities or 5 purposes is the subject matter here. So for an economy also it may have a lot of resources, for example natural resources, materials, similarly financial resources. How you can allocate this resource among different needs or the what we can say for the purpose of producing different commodities, that is a subject matter which comes under what we can say microeconomics. The producer may have different options to produce his output depending upon the market and production environment. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാൾക്കൊരു മാർക്കറ്റിനെ അയാൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലുള്ള എത്രമാത്രം സാധനങ്ങൾ വിറ്റ് പോകുന്ന ഒരു പ്രൈസ് സിറ്റുവേഷനൊക്കെ ആയിരിക്കും. അതനുസരിച്ച് അയാൾക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ എൻവയറമെൻ്റ് ഉണ്ട്, ശരിയല്ലേ? സോ ദീസ് ആർ ടു factors that the producer is facing. There is a production environment, there is a market environment, so his market he knows well. He's a reader of the market, analyzer of the market, and understanding the market situation, how much commodity can be sold in the market, what will be the users, the people, the number of people who can purchase this commodity, and their ability to spend their income. Similarly the price combination that will be worked out in the market so that the maximum amount of the commodity can be sold. So all those are related to the market. Similarly there will be production environment for him, the level of input, the cost for the input, the labor supply, the skill set of the laborers, etc. So he should maneuver all those combinations to produce a particular commodity or a group of commodity, and that constitutes his production environment. And he should tie up the production environment to the market environment while producing his product and selling the product in the market. Okay, so all those items comes under microeconomics.
ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ ഒരു സെക്കൻഡ്. അപ്പം നമുക്കിവിടെ കിട്ടിയില്ല ആ ഒരു പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാളുടെ മാർക്കറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അയാളുടെ പ്രൊഡക്ഷൻ എൻവയറമെൻറ്റ് അയാൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് മൈക്രോ എക്കണോമിക്സിലാണ് കാണുക. ഓക്കെ, ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്, നമ്മൾ ഒരു ടൂളാണ് നമ്മളിവിടെ കാണുന്നത്. ആ ടൂളിന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ എന്നാണ്. ഓക്കെ, എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇതൊരു കർവാണ്. ഈ കർവിനെ കുറിച്ച് ഓരോ കർവിൻ്റെയും പ്രത്യേകത അല്ലെങ്കിൽ നമുക്കൊരു ലൈൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് 2 items ആണ്. അപ്പോൾ നമുക്ക് എന്താണ് പറയുക, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, ഇത് എക്സ് ആണ്. ഈ വൈക്കും പകരം ശേഷം നമ്മളിവിടെ ആപ്പിളും ഇവിടെ ഓറഞ്ചും ആണെങ്കിൽ നമുക്കറിയാം ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നതെങ്കിൽ ഈ പർട്ടിക്കുലർ എ കാണിക്കുന്നത് 10 യൂണിറ്റ് ഓഫ് ആപ്പിളും 1 യൂണിറ്റ് ഓഫ് ഓറഞ്ചും ആയിരിക്കും. ഈ കോമ്പിനേഷൻ കാണിക്കുന്നത് 2 യൂണിറ്റ് ഓഫ് ആപ്പിളും 5 യൂണിറ്റ് ഓഫ് ഓറഞ്ചും ആയിരിക്കും. So each point on this line shows different combinations of 2 items which are expressed on commodity axis x and axis y. Okay, there are infinite points, so there are infinite combinations, but we are identifying only a, b, c, d and d combinations. Okay, English പഠിച്ച ആൾക്കാരും മലയാളം പഠിക്കുന്ന കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കണം. This is just a graph. What matters is how we can read that, you know. So that is the way in which you have to read a particular line or a curve graphically. There is no mathematics in it. We are not discussing any mathematics. This is simply a graphical expression. And similarly, look at this diagram. So I might draw some other diagram so that this is another curve that is concave to the origin O. Okay, and this diagram shows that if you are a producer of a particular commodity, you are producing cloth and you are producing steel. Okay, so when you are having only a given amount of resources, 10 crores rupees, you know. So while using this 10 crores rupees, you can produce at point A where you are deploying entire of your 10 crores to produce the item steel. Okay, so at this combination A, the item produced steel is you are producing 500 tons, you know, 500 tons of steel at point A. You know, point A is a situation where you are producing 500 tons of steel and 0 meters of cloth. Zero what? അവിടെ എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ക്ലോത്ത് അല്ലേ? ക്ലോത്ത് എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും? 0. So a combination of 500 and 0. This is a 500 of cloth, and at this point, you know, 500 of steel, 100 tons of steel. Cloth produces 0 meter. മനസ്സിലായല്ലോ? So your production of cloth is 0. The full amount you have, the full amount of resource you have, 10 crores, you are allocating for the production of only one commodity, steel. But when you are coming to some other point, like, you know, this is a C point, you know, sorry, B point, you know, in that point you are producing how much? 400 tons of steel and what we can say 1000 meters of what? Cloth. അപ്പോൾ 1000 മീറ്റർ എന്താണ്? ക്ലോത്ത്. 0 നിന്ന് മാറി, ശരിയല്ലേ? ഇവിടെ എത്രയാണ്? 1000, ശരിയല്ലേ? സോ at some other point you are producing more cloth, something 10,000 meter, and steel production is around 150 tons. So this line shows different combinations of 2 items, okay, that you can produce steel and cloth. Okay, at point, you know, X, at point X you are producing only one item. How much? 25,000 meters of what? Cloth, and 0 tons of what? Steel. So both A and X are extreme points where you are producing just one commodity. Okay, and in between you can have a large number of combinations which shows different units of steel and cloth that can be produced by spending or investing 10 crores rupees, and such a curve is called the production possibility frontier or production possibility curve, which indicates the different quantities of the 2 commodities that can be produced by a producer by spending a given resource. Remember what? Given resource. അപ്പം നമുക്ക് മനസ്സിലായല്ലോ, നമുക്ക് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റീലാണോ വേണ്ടത്? ഓക്കെ, സോ യു ക്യാൻ പ്രൊഡ്യൂസ് അറ്റ് സി. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ക്ലോത്ത് ആണോ വേണ്ടത്? യു ക്യാൻ ഓപ്റ്റ് ഫോർ ഇ. Okay, so if you need a little bit of equality between the production of cloth and steel, you know, you can choose D. So all these combinations are possible
different combinations of two output that can be produced by a given amount of resource, and such a menu, actually what it is that it's a menu between the two commodities. You can get it from the concept called production possibility frontier or production possibility curve. Pretty. Okay, so you are allocating 10 crores rupees. You are doing or solving the problem of resource allocation. So resource allocation comes under the subject matter of what? Microeconomics. ഇപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ച് നമ്മൾ ഒറ്റ ഐഡിയ പെട്ടെന്ന് പിടികിട്ടി. നമുക്ക് പിന്നെ അത് പഠിക്കേണ്ടി വരും, അതുകൊണ്ട് നമുക്ക് അന്നേരം ഡിസ്കസ് ചെയ്ത്. ബട്ട് റിമെമ്പർ ദാറ്റ് ദി പ്രോബ്ലം ഓഫ് റിസോഴ്സ് അലോക്കേഷൻ ഈസ് ഹാൻഡിൽഡ് ബൈ ദി ബ്രാഞ്ച് ഓഫ് മൈക്രോഎക്കണോമിക്സ്. ഓക്കെ, നൗ കമ്മിങ് ടു തേർഡ് ഫീച്ചർ ഓഫ് മൈക്രോഎക്കണോമിക്സ്, ഓർ വാട്ട് ഓൾ ഐറ്റംസ് ആർ ഹാൻഡിൽഡ് അണ്ടർ മൈക്രോഎക്കണോമിക്സ്. മൈക്രോഎക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് കൺസ്യൂമർ ബിഹേവിയർ. അല്ലേ, കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് എന്തെല്ലാം സ്റ്റഡി നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമുക്കാണെങ്കിൽ അത് ഇറ്റ് ഈസ് ആൻ ഇൻ്റർ ഡിസിപ്ലിൻ സബ്ജക്റ്റ്. ഈസ് ഇൻ ഇറ്റ് യു ആർ എ കൺസ്യൂമർ. വെൻ യു ആർ ടേക്കിംഗ് എ ഡിസിഷൻ യു ആർ കൺസിഡറിങ് എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. ശരിയല്ലേ, നമ്മളൊരു ഷർട്ട് മേടിച്ചു, അല്ലെങ്കിൽ നിങ്ങളെന്താണ് ഒരു അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ക്ലോത്ത് മേടിച്ചു, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ മേടിച്ചെന്ന് വിചാരിക്കുക. ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് കംസ് ഇൻ യുവർ മൈൻഡ്. പെർഹാപ്സ് ഫസ്റ്റ് വൺ മേ ബി ദ പ്രോസസ്സർ യു ആർ ചൂസിങ്. ശരിയല്ലേ. സെക്കൻഡ് ഈസ് ദ ബ്രാൻഡ് നെയിം. സംടൈംസ് യു മേ ബി ലോയൽ ടു എ പർട്ടിക്കുലർ ബ്രാൻഡ്. തേർഡ് ഈസ് ദ ക്യാമറ. Okay, and fourth one is some other property there for a design. Okay, design is least important, but still design matters, you know. So, or some other quality may be there in a particular mobile phone. So you are considering all those factors. Your behavior in purchasing a particular product, you know, it is a unique one. Okay, you consider a lot of factors, and such analysis, you know, price is important element, isn't it? Price, fifth one. Okay, so such an analysis we can do using the tools of what we can say microeconomics, right? So microeconomics is a subject and branch of economics which deals with the behavior of the consumer. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇഷ്ടം പോലെ ഒത്തിരി ഏരിയയിൽ പോകാനുണ്ട്. കൺസ്യൂമർ ഫ്രീ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, പരസ്യം എങ്ങനെ സ്വാധീനിക്കും, പിയർ ബിഹേവിയർ. നമ്മൾ ഒരു ഓപ്പോയോ അങ്ങനെയുള്ളൊരു ഫോൺ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്താ അതുപോലെ വേറെ ഒത്തിരി ഫോൺ ഉണ്ടല്ലോ, റെഡ്മി സെലക്ട് ചെയ്തു. അതിൻ്റെ കാരണം വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ അങ്ങനെ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ് അങ്ങനെ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റർ അങ്ങനെ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ മദർക്ക് ഇച്ചിരി കുറഞ്ഞ ഫോണല്ലേ എടുക്കുള്ളൂ. അപ്പോൾ ആ ഫോൺ ഭയങ്കര ഡ്യൂറബിൾ ആയിരുന്നുകൊണ്ട് ഞാൻ ഈ ഫോൺ തന്നെ എടുത്ത്. സോ ദർ ആർ ഡിഫറെൻറ്റ് ഡിസിഷൻസ്. ഓക്കെ, സംടൈംസ് നമുക്ക് ചില ഫോൺ മേടിക്കാൻ ആഗ്രഹം കാണും, പക്ഷേ അതെനിക്ക് മേടിക്കാൻ പറ്റില്ല, കാരണം എനിക്കൊരു പൈസയില്ല. അപ്പോൾ നമ്മൾ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യും, നമുക്ക് പറ്റാവുന്ന ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ ഫോൺ മേടിക്കും, അല്ലേ? അതാണ് അതിൻ്റെ റാഷണൽ സെലക്ഷൻ. സോ ദ കൺസ്യൂമർ ഈസ് what we can say induced by certain rational trends, okay, or behaviors which influence the his purchasing habit. Microeconomics examines the individual consumer behavior, utility from consumption. അല്ലേ, നമ്മളിപ്പോൾ ഉദാഹരണം നമ്മൾ ഏതെങ്കിലും ഫുഡ് ഐറ്റം സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചായ വേണം കാപ്പി വേണം, നമ്മൾ ചിലപ്പോൾ അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ചായയാണ് ഇഷ്ടം കാപ്പിയാണ് ഇഷ്ടം, രണ്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ചായയും കാപ്പിയും കുടിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ എന്നുകൊണ്ട് നമുക്കിപ്പം ചിലർക്ക് ബിരിയാണി ഇഷ്ടം, ചിലർക്ക് ദോശ ഇഷ്ടം, അല്ലേ? ദോശയ്ക്കകത്ത് തന്നെ ചിലപ്പോൾ പർട്ടിക്കുലർ ടൈപ്പ് ആയിരിക്കും നമുക്ക് ഇഷ്ടം. സോ ദർ ആർ കൺസ്യൂമർ ബിഹേവിയർ വിച്ച് ഷുഡ് ബി അനലൈസ്ഡ്, ഓക്കെ, ആൻഡ് ഇറ്റ് ഗീവ്സ് ലോട്ട് ഓഫ് സ്കോപ്പ് for the promotion of the product itself. So all such activities comes under microeconomics. Okay, consumer supply, the utility analysis and indifference analysis explain the various decision making issues related to the consumer. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കേട്ടോ. മാർജിനൽ യൂട്ടിലിറ്റി ഒരു ലൈഫ് പ്രിൻസിപ്പിളാണ്, അല്ലാതെ ഒരു ഇക്കണോമിക് പ്രിൻസിപ്പിളോ ഒരു ഇൻഡിവിജ്വൽ വേറെ ഒരു തിയറിറ്റിക്കൽ സംഭവത്തെക്കാൾ ഒരു ലൈഫ് പ്രിൻസിപ്പിൾ. എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി ഇതാണ് പറയുന്നത്, നമ്മളൊരു സംഭവം കഴിക്കും തോറും അഡീഷണലായിട്ട് ആ യൂണിറ്റ് കഴിക്കും തോറും നമുക്ക് അതിനോടൊരു സന്തോഷം കുറഞ്ഞുകൊണ്ടിരിക്കും, ശരിയല്ല? നമുക്ക് അതിനോട് അപ്പം നമുക്ക് കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ഭയങ്കര ക്യൂരിയോസിറ്റിയും ഭയങ്കര വാല്യൂ ആയിരിക്കും. നമുക്ക് അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ പറയും, ശരിയല്ലേ? മൊബൈൽ ഫോൺ നമ്മൾ മേടിക്കുന്ന വരെ ഭയങ്കര ത്രില്ല, മേടിച്ച് 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ എറിയുമായിരിക്കും, അല്ലേ? അങ്ങനെയാണ് ഏത് ബ്രാൻഡിനും അങ്ങനെ. അത് മൊബൈൽ ഫോൺ മാത്രമല്ല, ബാക്കി എല്ലാ കാര്യത്തിനും നമ്മൾക്ക് അതെന്താണ് അങ്ങനെ? അതൊരു കോമൺ പ്രിൻസിപ്പിളാണ്. നമുക്ക് ഒരു സംഭവം കൂടുതൽ ഉപയോഗിക്കും തോറും അതിനോടുള്ള അതിൻ്റെ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള തിയറിയാണ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി. മാർജിനൽ യൂട്ടിലിറ്റി തിയറി പറയുന്നതാണ്. സോ വെൻ യു ആർ കൺസ്യൂമിങ് ദ ഫസ്റ്റ് യൂണിറ്റ് യു ക്യാൻ ഗെറ്റ് the marginal utility is very high, okay,
അപ്പം ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അങ്ങനെ മെഷർ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ഇത്രയും യൂട്ടിലിറ്റി കിട്ടും എന്നുള്ളതാണ്. സെക്കൻഡ് ഇത് 2, 3 അങ്ങനെ എടുക്കരുത് കേട്ടോ. മനസ്സിലായാലോ? ഇത് കൂടുതൽ യൂണിറ്റ് അങ്ങനെ കിട്ടും. സെക്കൻഡ് യൂണിറ്റ് കൺസിഡർ ചെയ്യുമ്പം ഇതാണ് 2 യൂട്ടിലിറ്റി കിട്ടി. തേർഡ് യൂട്ടിലിറ്റി കുറിച്ച് സെൻറ്ററില്ല ഇത്രയും യൂട്ടിലിറ്റി കിട്ടി. ഇത്രയും യൂട്ടിലിറ്റി. തേർഡ് യൂണിറ്റ് കൺസിഡർ ചെയ്യുമ്പം അതിന് കിട്ടി ഇത്രയും യൂട്ടിലിറ്റി. ശരി, ആദ്യത്തിൽ നിന്ന് ഇത്രയും കിട്ടി, രണ്ടാമത്തെ നിന്ന് ഇത്രയും കിട്ടി, മൂന്നാമത്തെ നിന്ന് ഇത്രയും കിട്ടി, അതെല്ലാം കൂടെ കൂടുമ്പോൾ ഇത്രയും കിട്ടി. മനസ്സിലായല്ലോ? So the utility you are getting from the consumption of additional good goes on decline. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ്. ഓക്കെ, മാർജിൻ യൂട്ടിലിറ്റി ആദ്യമേ ഇത്രയും കിട്ടിയായിരുന്നു, രണ്ടാമത്തിന് ഇത്രയും കിട്ടി, മൂന്നാമത്തിന് ഇത്രയും കിട്ടിയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള യൂട്ടിലിറ്റി അനാലിസിസ് ഒക്കെ മൈക്രോ എക്കണോമിക്സിലായിരുന്നു. നമ്മൾ യൂട്ടിലിറ്റി പിന്നെ പഠിക്കുന്നുണ്ടോ? ഇപ്പോൾ അല്ല. ദെൻ എക്കണോമിക്സ് എക്സ്പ്ലെയിൻസ് മാർക്കറ്റ് കണ്ടീഷൻസ്. അപ്പോൾ ചുമ്മാ ഡയഗ്രം കേട്ടോ, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതല്ല. നമുക്ക് ഡയഗ്രം വെച്ചാണ് ഈ തിയറിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്, എന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇറ്റ്സ് എക്സ്പ്ലെയിൻസ് ബട്ട് മാർക്കറ്റ് കണ്ടീഷൻസ്. അപ്പോൾ ദർ ഇസ് എ മാർക്കറ്റ് കണ്ടീഷൻ കോൾഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ദർ ഇസ് എ മാർക്കറ്റ് കണ്ടീഷൻ കോൾഡ് മൊണോപ്പൊളി. ശരിയല്ലേ? ദർ ഇസ് എ മാർക്കറ്റ് കണ്ടീഷൻ കോൾഡ് ഒളിഗോപ്പൊളി, rather than monopolistic competition. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ കേട്ടോ. എന്താണ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ? കേട്ടുകയാണ്, കുറച്ചേ കേട്ടുക. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒളിഗോപ്പൊളി. സോ ഓൾ ദീസ് ആർ മാർക്കറ്റ് കണ്ടീഷൻസ് which explains which have different number of firms sometimes, which are different types of the product, and similarly in some market there will be advertising. So market conditions changes with the market. All markets are different. Okay, നമ്മൾ perfect competition is a market where there is only a homogeneous product എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും, ഒരു വ്യത്യാസമില്ല. അപ്പോൾ അത് എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത there are large number of sellers. Which is that? There is large number of sellers. There is large number of sellers in the case of what? Perfect competition. Okay. Wait a second. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ദർ ആർ ലാർജ് നമ്പർ ഓഫ് വാട്ട് സെല്ലേഴ്സ്. അപ്പോൾ അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേറൊരു മാർക്കറ്റ് ഒളിഗോപ്പൊളി. ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥമായി ഒളിഗോപ്പൊളിയുടെ പ്രത്യേകത ആ മാർക്കറ്റ് ഭയങ്കര റിയലാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സ്വപ്നത്തിൽ മാത്രമുള്ള, റിയലായിട്ട് അത്രയും പറയാൻ പറ്റില്ല. ഒളിഗോപ്പൊളി ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ വേർ ദർ ആർ a few firms around 8 or 9 selling differentiated product. സെയിം ടൈപ്പിലുള്ള പ്രൊഡക്റ്റ് വിൽക്കാം. നമ്മളൊരു റെഫ്രിജറേറ്റർ മേടിക്കാൻ പോവുക, അല്ല വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോവുക. റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ മേടിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം ഇന്ന കമ്പനികൾ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു 4-5 കമ്പനികളുടെ ഫ്രിഡ്ജ് അവിടെ എടുത്ത് വെക്കും. ശരിയല്ലേ? ഒരു 4-5 കമ്പനികളുണ്ട് അവിടെ ഉണ്ട്. ടി വി മേടിക്കാൻ പോകുമ്പോൾ ഇതുപോലെയുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിപ്പൊടി വിൽക്കുന്ന അത്രമാത്രം ടി വി കമ്പനി ഉണ്ടാവും ഇല്ല. സോ ആൻഡ് there is a few firms, 8 or 9. സോ ആ പ്രൊഡക്റ്റ് ഭയങ്കര ഡിഫറൻഷ്യേറ്റഡ് അല്ലേ? ഡിസൈൻ വേറെ, ഫീച്ചേഴ്സ് വേറെ, ലിറ്റർ കപ്പാസിറ്റി വേറെ, എല്ലാം ഇങ്ങനെ ഒരു ഡിഫറൻസ്. നമുക്ക് അതും ഇതും എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു മാർക്കറ്റ്. ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റ് എല്ലാം ഒരുപോലെയല്ല. പിന്നെയോ ഭയങ്കരമായിട്ട് സെല്ലിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അറിയോ? സെല്ലിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ചിലപ്പോൾ ടി വി എടുക്കുമ്പോൾ എന്താണ് UPS ഫ്രീ, ചിലപ്പോൾ UPS നിങ്ങൾ വേണമെന്ന് വിചാരിച്ചു, ഇൻവെർട്ടർ, അപ്പം അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു DTH ഫ്രീ ആയിട്ട് കിട്ടും. അതിൻ്റെ കൂടെ ഒരു DTHൻ്റെ കണക്ഷനും കൂടെ കിട്ടും, 1 മാസത്തെ സബ്സ്ക്രിപ്ഷൻ ഫീ, അല്ലെങ്കിൽ 6 മാസത്തെ, എന്തെല്ലാം ഫ്രീ ആയിട്ട്. അപ്പോൾ ആ ഫ്രീ ആയിട്ട് ടിവിയുടെ ഈ ഫീച്ചർ, ടിവിയുടെ ബ്രാൻഡ് ഇമ്പോർട്ടൻസ്, ഇതെല്ലാം കൂടെ കൂടി ഏറ്റവും അവസാനം നമ്മളൊരു തീരുമാനം എടുക്കും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റാണ് ശരിക്കും ഒളിഗോപ്പൊളി റിയൽ വേൾഡാണ്. ദെൻ റിയൽ വേൾഡ് സിറ്റുവേഷനാണ്. അപ്പോൾ പിന്നെയുണ്ട് മൊണോപ്പൊളി, ഒറ്റ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡ്യൂസർ മാത്രം. പക്ഷേ നമ്മൾ ഭയങ്കര റയറായിട്ടോ കേട്ടോ. ദെൻ ദിസ് ഈസ് എ ഡയഗ്രാം വിച്ച് ഷോസ് equilibrium in the industry where there is
and the equilibrium E is reached the point of intersection between the supply curve and the demand curve at point E, and this is an equilibrium position in the case of the firm. ഓക്കെ, സോ ഇൻഡസ്ട്രി, ഫേം, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എന്തിനാണ് ഇട്ടേക്കെന്ന് അറിയോ? നിങ്ങൾക്ക് പരീക്ഷ എക്സ്പ്ലെയിൻ ഈ പോയിന്റ് ഇടുമ്പോൾ ഓരോ പോയിൻ്റായിട്ട് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഒരു ഡയഗ്രാം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അഡീഷണൽ മാർക്ക് കിട്ടും. അതിന് വേണ്ടി ഇട്ടേക്കുന്നുണ്ടോ? സോ ദിസ് ഈസ് ദ ഡിമാൻഡ് കർവ് ഓഫ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം വിച്ച് ഈസ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ദിസ് ഈസ് ദ മാർജിനൽ കോസ്റ്റ് കർവ്. ദി ഇക്വിലിബ്രിയം ഈസ് ദാറ്റ് MC should be equal to MR should be equal to MC. ഇപ്പോൾ MC ഇങ്ങനെ പോവുക. മാർജിനൽ കോസ്റ്റ് ഏറ്റവും അവസാനത്തെ യൂണിറ്റിന് കൊടുക്കുന്ന പ്രൈസിന്, കോസ്റ്റിന് അതിൽ നമുക്ക് അത് ഏറ്റവും അവസാനത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകർ ചെയ്യപ്പെടുന്ന കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. മാർജിനൽ റവന്യൂ, ദിസ് ഈസ് ദ മാർജിനൽ റവന്യൂ, ഇറ്റ്സ് സെയിം. ഓക്കെ, സോ മാർജിനൽ കോസ്റ്റ് കട്ട്സ് MR ഫ്രം ബിലോ. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഈ ഡയഗ്രം ഇങ്ങനെ കാണിക്കുന്നത് എന്ന് നമ്മൾ പിന്നീട് അത് പഠിക്കുമ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇത്ര സിമ്പിൾ ഡയഗ്രം ആയിരുന്നു, അത് ശരി, ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെ നമുക്കൊരു ഫീലിംഗ് വരും. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നില്ല, ഇപ്പോൾ നമ്മൾ വേണ്ട രീതി പിന്നീട് പഠിക്കും. ദെൻ മൈക്രോ എക്കണോമിക് അനാലിസിസ്, മൈക്രോ എക്കണോമിക്സ് അനാലിസിസ് സോഷ്യൽ വെൽഫെയർ. സോഷ്യൽ വെൽഫെയറിൻ്റെ ഒത്തിരി എലമെൻറ്റ്സ് അതിനകത്തുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ എപ്പോഴാണ് സൊസൈറ്റിക്ക് വെൽഫെയർ മാക്സിമം, പരേറ്റോ ക്രൈറ്റീരിയൻ, ഇങ്ങനെ പറഞ്ഞ കുറേ സംഭവങ്ങൾ മൈക്രോ എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നില്ലെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് വിചാരിച്ചാൽ മതി. Another scope of microeconomics, okay, is that it studies about individual and social welfare. Individual welfare എങ്ങനെ, society welfare എങ്ങനെ. Okay, the Pareto optimality, a situation where social welfare is maximum. That is social welfare you cannot increase without reducing the welfare of somebody else. So that condition is called Pareto optimality. Other welfare criteria, okay, are used to study welfare conditions. റിയൽ വെൽഫെയർ കണ്ടീഷൻസ് എല്ലാം എക്സാമിൻ ചെയ്യാൻ നമ്മൾ അങ്ങനെയുള്ള ടൂൾസൊക്കെ നമ്മൾ ഉപയോഗിക്കും. പിടിയിട്ടില്ലോ? ഓക്കെ, നോ പ്രോബ്ലം. നോ, വാട്ട് ഈസ് മാക്രോ എക്കണോമിക്സ്? മാക്രോ എക്കണോമിക്സ് എന്താണ്? മാക്രോ എക്കണോമിക്സ് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, അതാണ് നമ്മളിവിടെ നോക്കുക. ഓക്കെ, മാക്രോ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി ഹോൾ ഇക്കോണമി. ഇറ്റ് ലുക്സ് അറ്റ് അഗ്രിഗേറ്റ് വേരിയബിൾസ്, total variables such as aggregate demand, total demand, national output, employment situation in the economy, money supply in the economy, inflation for the economy, investment in the economy, business cycle, trade situation, etc. So such big things are analyzed under what? Macroeconomics. Detail. Then macroeconomic policy measures. There are different types of macroeconomic policy. Macroeconomics suggests different policies that should be taken by the government, by the RBI or some other institution which can influence the entire economy. And all such policy prescriptions, analysis, solutions, problems, their solutions, etc. are taken under what? Microeconomics. Now let us see what all subject matters are coming under microeconomics. Microeconomics is known for making several policy tools that can be used to support the economy. Following are the important policy measures usually taken under microeconomics. Monetary and fiscal policies. എന്താണ് monetary and fiscal policy? What is the policy of this policy of the central bank? It is a monetary policy. So monetary policy is the policy of the central bank regarding such and such things which we are not going to rightly deal with. Okay, now going to discuss right now. Okay, second is fiscal policy. Fiscal policy is the policy of the government regarding how much tax is to be levied and from whom the tax is to be collected and what all policies to be taken to enhance the welfare of the economy, what policy and action has to be taken to stabilize the economy in a good growth path. All such issues comes under fiscal policies. Coming to the second feature of or the coverage area of microeconomics: inflation, unemployment and employment management. How we can reduce inflation, how we can eliminate unemployment, how we can promote employment. All such issues are coming under what? Microeconomics. Okay, now similarly another concern of microeconomics is the amount of growth in the economy, economic growth. Okay, then international trade and globalization, how trade is to be promoted, how trade instruments like tariff and quota are to be used to realize our economic objectives of promoting exports and discouraging import. So international trade and globalization. Structural changes. What is structural changes? We undergo structural changes as an individual. We are not small, we are developed in the sense that our ഒരു സെക്കൻഡേ പോരാവേ.
ഓക്കെ. സോറി കേട്ടോ, സോറി ഫോർ ദി ഇൻറ്ററപ്ഷൻ. ഓക്കെ, നൗ അനദർ വാട്ട് ഈസ് സ്ട്രക്ചറൽ ചേഞ്ചസ്. സ്ട്രക്ചറൽ ചേഞ്ചസ് ഇക്കോണമിയുടെ മാറ്റം. അപ്പോൾ ഒരു അഗ്രേറിയൻ ഇക്കോണമിയിൽ നിന്ന് നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഇക്കോണമിയിലേക്ക് നമ്മൾ മാറുമല്ലോ, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ കൂടുതൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, ശരിയല്ലേ? അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് നമുക്ക് കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. സോ സച്ച് ചേഞ്ചസ് വി ആർ ഗെറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഇൻ നോട്ട് ഇൻഡസ്ട്രിയൽ സെക്ടർ. Our parents were previously working in agriculture but shifted to some other sector like industrial sector or service sector. All those changes are usually discussed under what we can say the structural changes issues. Now, budget and the government borrowing, how the government is framing its budget, how much the government is getting revenue from direct taxes, direct taxes, indirect taxes, what all items the government is taxing, and similarly what type of expenditures government is making. All this comes under budget. And similarly there is excess of government borrowing. Government will be borrowing heavily to finance the budget because the tax revenue may not be enough. So all such confusion comes under what? Macroeconomics. Then here we are having a macroeconomic tool. നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല, പക്ഷേ ജസ്റ്റ് എന്താണ് നമുക്ക് മനസ്സിലാക്കിയാൽ മതി, പരീക്ഷയ്ക്ക് വരയ്ക്കുകയും ചെയ്യുക. എന്താണെന്ന് പറയാം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ദിസ് ഈസ് ദ അഗ്രിഗേറ്റ് സപ്ലൈ കർവ്, ലോങ് റൺ അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. ദിസ് ഈസ് ദ ലെവൽ ഓഫ് ഡിമാൻഡ് ഫോർ ദി ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതാണ് ഡിമാൻഡ്, ഇതാണ് സപ്ലൈ. ഇത്രയും സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് പ്രൈസ് ലെവൽ, ഇതാണ് ഇൻകം. ഓക്കെ, ആൻഡ് സിമിലർലി ഹിയർ ഇറ്റ്സ് അനദർ പോയിന്റ്. ഡിമാൻഡ് ഇൻക്രീസസ് ഫ്രം AD to AD2. സോ in this case the equilibrium is P2 and Y2. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കേട്ടോ, ഞാനിങ്ങനെ എടുത്ത് ഡയഗ്രാം അതുപോലെ കോപ്പി ചെയ്തിട്ടാണ് ഞാൻ വരച്ച ഡയഗ്രാം അല്ല. ദെൻ ദിസ് ഇസ് അനദർ മൈക്രോ എക്കണോമിക് ടൂൾ or conceptual issue which is called a Phillips Curve, which says that when you are having high level of inflation you can reduce level of unemployment. When you are having high level of unemployment you can have a stable level of inflation, low level of inflation. So there is some sort of a trade-off between ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റ് ദർ ഇസ് അവിടെ എന്താ ഒരു ട്രേഡ് ഓഫ് ഉണ്ടാവും. നമുക്ക് ഇൻഫ്ലേഷൻ നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻഫ്ലേഷന് തയ്യാറായാൽ മതി എന്നാണ് ഈ ഫിലിപ്സ് കർവ് വരുന്നത്. അതിൻ്റെ എലാബറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളിപ്പോൾ പോകണ്ട, നമുക്ക് പഠിക്കാനും ഇല്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റൊക്കെ മൈക്രോ എക്കണോമിക്സ് പഠിക്കുന്നുണ്ടെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഇൻഫ്ലേഷൻ കുറയ്ക്കണമെങ്കിൽ നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതൽ നമ്മൾ തയ്യാറാകേണ്ടി വരും. അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. കാരണം ഇൻഫ്ലേഷൻ കൂടുമ്പോഴത്തേക്കും സാധനങ്ങളുടെ വില കൂടുന്നു. സാധനങ്ങളുടെ വില കൂടുമ്പോൾ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് പ്രോഫിറ്റ് ഉള്ളാകുന്നു. അയാൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ പ്രൊഡക്ഷൻ നടന്നു. കൂടുതൽ പ്രൊഡക്ഷൻ അയാൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറയുന്നു. മനസ്സിലായല്ലോ? ഈ രീതിയിലാണ് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷനും ലോജിക്കും ഒക്കെയാണ് ഫിലിപ്സ് കർവിലുള്ളത്. ഫിലിപ്സ് കർവ് ഈസ് വൺ സച്ച് പോളിസി സജഷൻസ് അണ്ടർ മൈക്രോ എക്കണോമിക്സ്. പിന്നെയുള്ളത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന് എത്രമാത്രം GDP ഉണ്ട്, GNB ഉണ്ട്, പിന്നെ GDP GNB തമ്മിലുള്ള ബന്ധമാണ്, GDP NDP തമ്മിലുള്ള ബന്ധമാണ്, അങ്ങനെയുള്ള ബന്ധമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൈക്രോ എക്കണോമിക്സിൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കെയ്നീഷ്യൻ ക്രോസ്. നമ്മളവിടെ പറയുകയാണെങ്കിൽ ഇക്കോണമിയുള്ള മുഴുവൻ എക്സ്പെൻഡിച്ചർ ഇതാണ്, ഇൻകം ലൈൻ ഇതാണ്, മൊത്തം എക്സ്പെൻഡിച്ചർ ഇതാണ്. ചിലപ്പോൾ ഇത്രയായിരിക്കും കൺസംഷൻ, ചിലപ്പോൾ ഇത്രയായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ രണ്ടും കൊടുക്കുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. കാരണം ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻ ദി ഇക്കോണമി വിൽ ബി ഈക്വൽ ടു വാട്ട്? കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ യു ആർ ഹാവിങ് ആൻ ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് E. ഓക്കെ, സോ 6,000 is equal to 6,000. So the income is 6,000. Similarly, what we can say, the aggregate expenditure is also 6,000. So that type of a tool to explain the trends in national income is known as Keynesian cross. നമ്മൾ അതും കൂടുതലായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. Keynesian cross എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇൻകം ലൈനും എക്സ്പെൻഡിച്ചർ ലൈനും കൂടെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കും? മൈക്രോ എക്കണോമിക്സിലേക്ക് നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും ക്ലാസ് മതി. ബാക്കി നമുക്ക് അടുത്തുള്ള ഡിഡക്റ്റീവ് മെത്തേഡും ഇൻഡക്റ്റീവ് മെത്തേഡും ഇതെന്താണ്, ഡിഡക്റ്റീവ് മെത്തേഡ് എന്താണ്, ഇൻഡക്റ്റീവ് മെത്തേഡ് എന്താണ് എന്നാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ പഠിച്ചത് മൈക്രോ എക്കണോമിക്സിൻ്റെയും മാക്രോ എക്കണോമിക്സിൻ്റെയും എന്താണ് ബേസിക് ആയിട്ടുള്ള ഏതൊക്കെ ഏരിയ കവർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒരു സെക്കൻഡ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. അതുകൊണ്ട് നിങ്ങളത് വായിച്ചു നോക്കണം. എന്താണ് മാക്രോ എക്കണോമിക്സ്? ഇവിടെ നമ്മൾ കണ്ടു. ഒരു സെക്കൻഡ്, മാക്രോ എക്കണോമിക്സ് ശ്രദ്ധിക്കുക. മൈക്രോ ഇത് രണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളൂ.
മൈക്രോ എക്കണോമിക്സും വ്യത്യാസം നമ്മൾ ടേബിളിൻ്റെ അത് പഠിച്ചു. പിന്നെ അതുപോലെ സബ്ജക്റ്റ് മാറ്റർ എത്രമാത്രം സ്കോപ്പ് ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുക അതാണ് നമ്മൾ പഠിക്കാനുള്ളത്. സ്കോപ്പ് ആൻഡ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബോത്ത് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. അതിൽ നമ്മൾ ഫസ്റ്റ് മൈക്രോ എക്കണോമിക്സിൽ നിന്ന് നോക്കി. മൈക്രോ എക്കണോമിക്സ് ഡിമാൻഡ് സപ്ലൈ കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്നു. പിന്നെ അതുപോലെ റിസോഴ്സ് അലോക്കേഷൻ പ്രോബ്ലത്തെ കുറിച്ച് പറയുന്നു. പിന്നെ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നു. പിന്നെ മാർക്കറ്റ് കണ്ടീഷൻസിനെ കുറിച്ച് പഠിക്കുന്നു. പിന്നെ സോഷ്യൽ വെൽഫെയറിനെ കുറിച്ച് പഠിക്കുന്നു. ഇതെല്ലാമാണ് മൈക്രോ എക്കണോമിക്സിൽ. മൈക്രോ എക്കണോമിക്സിലോ ഇതുപോലെ നാഷണൽ ഇൻകത്തെക്കുറിച്ച് പഠിക്കുന്നു. ഒത്തിരി നാഷണൽ മൈക്രോ എക്കണോമിക് ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനെല്ലാം ഒരു ഡയഗ്രം ഒക്കെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ഫെയർ ആയിട്ടുള്ള ഡയഗ്രം. കൂടുതൽ ഈ ഡയഗ്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എക്സാമിനർക്ക് കണ്ടാൽ അറിയാം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ തിയറിയെക്കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മാത്രം മതി. ഇൻഫ്ലേഷനാണ് നമ്മൾ ട്രേഡ് ഓഫ് ചെയ്യുന്ന മനസ്സിലാക്കി തരുന്ന ഫിലിപ്സ് കർവാണിത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ കെയ്നീഷ്യൻ ഗ്രോസ് ഒക്കെ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മാത്രം മതി. ഡയഗ്രം കാണിച്ചാൽ മതി. ഡയഗ്രം ഇങ്ങനെ പെട്ടെന്ന് വരച്ചാൽ അല്ല ഇങ്ങനെ അടയാളപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഓരോന്നോരോന്നും അങ്ങനെ വരച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മാത്രമേ അല്ല എലാബറേറ്റ് ആയിട്ട് മനസ്സിലാക്കിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല. നമുക്ക് ആ ടോപ്പിക്ക് ചോദിക്കുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മതി. ഓക്കെ, അപ്പോൾ ശരി, ഞാനൊന്ന് സ്റ്റോപ്പ് അടിച്ചു.